കുറേ നാളിങ്ങനെ മാറ്റി മാറ്റി വെച്ച് 6 മാസം മുതൽ മാറ്റി മാറ്റി വെച്ച ഒരു കാര്യമാണ് കാതുകുത്തൽ. നമ്മൾ ആ മൂത്ത ആൾക്ക് വീട്ടിലൊക്കെ വിളിച്ചായിരുന്നു കാതുകുത്തിയത്. രണ്ടാമത്തെ ആളായപ്പം പിന്നെ ആക്കി വെച്ച് ഫൈനലി നമ്മൾ ഈ ദിവസം എത്തിയുടെ കാതുകുത്താൻ വേണ്ടി. അപ്പം നമ്മളൊരു ഭീമേ ജ്വല്ലറിയിലാണ് പോയത്. അവിടെ തന്നെ കാതുകുത്തും. അപ്പം നമുക്ക് ഷൂട്ടൊന്നും ചെയ്യേണ്ട, നോർമൽ രീതിയിൽ കാതുകുത്തൽ മതിയെന്ന് ഓർത്തു. അപ്പം അങ്ങനെ ഞങ്ങൾ പോയി. അവിടെ സിൽവറിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ മൂത്ത മോൾക്ക് സ്കൂളിൽ ഇടാൻ വേണ്ടി കുറേ കമ്മലിൻ്റെ പിരി ഇങ്ങനെ ആളെന്നും കളഞ്ഞിട്ട് വരും സ്കൂളിൽ നിന്ന്. അപ്പം അങ്ങനെ ആയപ്പോൾ ഞങ്ങൾ ഓർത്ത് സിൽവറിൻ്റെ നോക്കാമെന്ന് ഓർത്ത് അങ്ങനെ സിൽവറിൻ്റെ ഇയറിങ്ങും മേടിച്ചു. സ്റ്റഡ് പോലത്തെ നല്ല ഭംഗിയുള്ള ഫാഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. രണ്ടും തന്നെ അങ്ങനെ അത് മേടിച്ചു. അപ്പം ഗോൾഡിൻ്റെ എനിക്ക് പ്ലെയിൻ മതിയായിരുന്നു. ആദ്യം ഫസ്റ്റ് ടൈം കുത്തുന്നതുകൊണ്ട് ഒരു വലിയ സ്റ്റോണൊന്നും വേണ്ട, ജിമ്മക്കടയിൽ ഒന്നും വേണ്ട, കുഞ്ഞ് പ്ലെയിൻ സ്റ്റഡ് വേണമെന്നായിരുന്നു. അപ്പോൾ അതുപോലെ ഒരെണ്ണം കിട്ടി. കാരണം വേറെ നമുക്കിങ്ങനെ സ്റ്റോണൊക്കെ വെച്ചിട്ട് ഇപ്പോൾ സ്റ്റഡ്സൊക്കെ ഈ വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വേണ്ട, ആദ്യം കുത്തുമ്പോൾ പ്ലെയിൻ മതി എന്നായിരുന്നു എൻ്റെ ഒരു ഇത്. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് സ്റ്റഡൊക്കെ കിട്ടി. അപ്പോൾ ഞങ്ങൾ കാത് കുത്താൻ വേണ്ടി റെഡി ആവാണ്. കാർക്കൊന്നിലൊക്കെ ഒന്നിങ്ങനെ സൈഡിലേക്ക് ഒതുക്കി വെക്കുമായിരുന്നു. കാരണം ആൾക്കറിയത്തില്ലല്ലോ എന്തിനാണ് വന്നത്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം കാതേ പോയിട്ട് അവളൊരാളെ കൊണ്ട് ദേഹത്ത് പോലും തൊടിയിപ്പിക്കത്തില്ല. അങ്ങനെ കിടന്ന് കരയും, ആരുടെ അടുത്ത് പോകത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട്. കരഞ്ഞാൽ കാതുകുത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, ഒരെണ്ണം കുത്തിയിട്ടും പിന്നെ തിരിച്ചു പോരേണ്ടി വരുമോ എന്നൊക്കെയായിരുന്നു എനിക്ക് ഒരു മനസ്സിലൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കളിക്കാനൊക്കെ ഉള്ള ഇങ്ങനെ ഏരിയ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിള്ളേർക്ക് ആ കുത്തുന്ന ആ ഏരിയയ്ക്ക് തൊട്ട് മുമ്പായിട്ട് തന്നെ ഒരു കിഡ്സ് സോൺ പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ കുറേ നേരം കളിച്ച് സെറ്റായപ്പോൾ ഞങ്ങൾ കാത് കുത്താൻ വേണ്ടി കാതിൽ മാർക്കിടാൻ വേണ്ടി പോകണം. അന്നേരം തുടങ്ങിയ കരച്ചില്ല. സത്യം പറഞ്ഞാൽ കാത് കുത്തണോ എന്നൊക്കെ ചിലപ്പോൾ ഏട്ടനോട് ചോദിക്കും. പിന്നെ ഞാൻ ഓർക്കും വേണ്ട, കുത്തി നോക്കാം, പിന്നെ എന്തായാലും കുത്തേണ്ടതല്ലേ, മൂത്തയാൾ കുത്തിയതിന് ഇളയാളുടെ എന്തിനാ കുത്താതിരിക്കേണ്ടതെന്ന് ഓർത്ത് അങ്ങനെ പോയതാട്ടോ. അപ്പോൾ മാർക്ക് ഇട്ടപ്പോൾ മുതൽ കരയാൻ തുടങ്ങി. പിന്നെ ഒരു പൂരക്കളായിരുന്നു, കരഞ്ഞ് ബഹളമായി. പിന്നെ ഞാൻ വീഡിയോ ഫോട്ടോ ഒന്നും എടുത്തില്ല. അതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു സീനാണിത്. ഞങ്ങളങ്ങനെ കമ്മലിട്ടു. ഇപ്പോൾ ആൾ ഹാപ്പിയാണ്. ആൾക്ക് കാതെ തൊടാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ വേർഡ് യൂസ് ചെയ്യത്തില്ല, കമ്മൽ കാതൊന്നും പറയത്തേ ഇല്ല. ആളിപ്പോൾ ഹാപ്പി. അങ്ങനെ കാതുകുത്തൽ കഴിഞ്ഞു.